everyone. I am Dr. Arshad Aziz, consultant orthopedic surgeon, joint replacement surgeon in PRS Hospital. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് വരുന്ന ബാക്ക് പെയിനെ പറ്റിയിട്ട് കുറച്ച് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ബാക്ക് പെയിൻ എന്ന് ഉടനെ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് എല്ലാവരും വന്നിട്ട് ഉടനെ ബാക്ക് പെയിൻ ഉണ്ട് അവർ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ടായിരിക്കും വരുന്നത്. സോ ദ മൊമെന്റ് യു ടൈപ്പ് ലോ ബാക്ക് ഏക്ക്, ദ ഫസ്റ്റ് തിങ് വാട്ട് ഗൂഗിൾ സേസ് ഈസ് സ്പോണ്ടൈലോസിസ്. സോ ഡോണ്ട് കൺഫ്യൂസ് യുവർ ബാക്ക് പെയിൻ വിത്ത് സ്പോണ്ടൈലോസിസ്. ഞാൻ എന്താണ് സ്പോണ്ടൈലോസിസ് എന്ന് പറഞ്ഞു തരാം. സ്പോണ്ടൈലോസിസ് ഈസ് നത്തിങ് ബട്ട് ആൻ ഏജ് റിലേറ്റഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ്. നമ്മുടെ സ്പൈനിൽ ഉണ്ടാകുന്ന ഏജ് റിലേറ്റഡ് വെയർ ആൻഡ് ടയർ ആണ് സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. ഈ സ്പോണ്ടൈലോസിസ് കാരണം നമ്മുടെ ഡിസ്കിന് തേയ്മാനം സംഭവിക്കാറുണ്ട്, ഡിസ്ക് ബൾജ് ആവാറുണ്ട്. അതാണ് സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. ഈ യങ്സ്റ്റേഴ്സിൽ കൂടുതലും വരുന്ന ബാക്ക് പെയിൻ ഇറ്റ് പ്യുവർലി ബിക്കോസ് ഓഫ് ഓവർ യൂസ് ആൻഡ് ഓവർ യൂസ് കാരണം ഉണ്ടാകുന്ന മസിൽ സ്പാസം. അത് തന്നെയാണ് അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ എന്ന് പറയാം. സോ എന്താണ് ഈ ഓവർ യൂസ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ഒ പിയിൽ ഒരു ഔട്ട് ഓഫ് 10 പേഷ്യൻസ് 5 വിൽ ബി കമ്മിങ് വിത്ത് ബാക്ക് പെയിൻ. അതും ഈ 5 പേരെന്ന് പറയുന്നതിൽ കൂടുതലും ഈ ടെക്നിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. കുറെ പേര് ലോങ് ടൈം 2 വീലേഴ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, ഡ്രൈവേഴ്സ് ആയിരിക്കാം. സോ ഇതെല്ലാം ആണ് അവരുടെ പോസ്ചർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെയിലി കമ്മോഡിന് അവർ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ്, ഇതൊക്കെയാണ് അവരുടെ ലോ ബാക്ക് ഏക്കിന് മേജർ ആയിട്ടുള്ള ഒരു കോസ്റ്റ്. പിന്നെ ഇപ്പോ ഈ പറഞ്ഞതുപോലെ മെനി പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് സാർ എനിക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ട് എന്ന് തന്നെ അവർ ഡയഗ്നോസിസ് ആയിട്ട് വന്ന് പറയാറുണ്ട്. സോ ഞാൻ വീണ്ടും പറയുന്നത് സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് വളരെ യങ് ഏജിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. സ്പോണ്ടൈലോസിസ് അത് വേറെ ഒരു എൻറ്റിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഈ എല്ലാ ബാക്ക് പെയിനും അല്ലെങ്കിൽ എല്ലാ കഴുത്തുവേദനയും അതൊരു സ്പോണ്ടൈലോസിസ് ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യരുത്. സ്പോണ്ടൈലോസിസ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അത് ഡീജനറേറ്റീവ് ചേഞ്ച് മാത്രമാണ്. നമ്മുടെ നോർമൽ യങ്സ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന ബാക്ക് പെയിൻ അതൊരു അക്യൂട്ട് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 2-3 ദിവസത്തിൽ പെട്ടെന്ന് വരുന്ന ബാക്ക് പെയിൻ, അതാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് കുറെ നാളായിട്ടുണ്ട്, അത് പോകും, അത് വീണ്ടും തിരിച്ചു വരും. കുറെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് ഒന്ന് സബ്സൈഡ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എക്സർഷൻ ചെയ്യുമ്പോൾ അത് വീണ്ടും വരും. അത് ക്രോണിക് ലോ ബാക്ക് ഏക്ക് അല്ലെങ്കിൽ ക്രോണിക് മസിൽ സ്ട്രെയിൻ എന്ന് പറയാറ്. സോ ഇതാണ് നമ്മൾ കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടത്, എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അതായത് അവർ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർ ഫുൾ ടൈം സിറ്റിംഗ് ജോബ് ഉള്ളവരായിരിക്കാം. അങ്ങനെ ഇരിക്കുന്നവർ അവരുടെ പോസ്ചർ അവർ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗിവിംഗ് മോർ സ്ട്രെസ് ടു യുവർ ലോവർ ബാക്ക് ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം അപ്പ് വിത്ത് എ ബാക്ക് പെയിൻ. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ പോലെ മോഡേൺ ജനറേഷൻ ബൈക്സ് യൂസ് ചെയ്യുന്നവർ, അതും കൂടുതലും ഈ ടെക്നിക്കൽ ഫീൽഡിൽ IT ഫീൽഡിലുള്ളവരാണ്. അവരുടെ ഈസി കമോഡിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഈ 2 വീലേഴ്സ് എന്ന് പറയുന്നത്. അത് ന്യൂ ജനറേഷൻ ബൈക്സ് എന്ന് പറയുന്നത് അതിന്റെ സിറ്റിംഗ് പൊസിഷൻ ഈസ് വെരി സ്റ്റൂട്ട്. അതായത് ഞാൻ എടുത്തു പറയുന്നതല്ല, ചില ന്യൂ ജനറേഷൻ ബൈക്സ് നമുക്ക് കാണുമ്പോൾ അറിയാം, ദേ വിൽ ബി വെരി സ്റ്റൂട്ട്, ഭയങ്കര അഗ്രസീവ് സിറ്റിംഗ് പൊസിഷനിലാണ് അവർ ഇരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമ്മുടെ ഹിപ്പ് കൊണ്ടിങ്ങനെ തിരിയാറുണ്ട്. സോ മോസ്റ്റ് സ്ട്രെസ് ദാറ്റ് വി ഗീവ് ഇസ് ടുവേർഡ്സ് അവർ ബാക്ക്. സോ അങ്ങനെ ബാക്കിൽ കൂടുതൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കും എഗെയിൻ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് ബാക്ക് പെയിൻ. സോ അങ്ങനെ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ്, സ്റ്റൂപ്പ് ഡൗൺ പോസ്റ്റേഴ്സ്, ഇതൊക്കെ അടുത്തൊരു കോസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ടെക്നിക്കൽ ഫീൽഡിലുള്ളവർ അല്ലെങ്കിൽ ഓഫീസ് ജോബ് ചെയ്യുന്നവർ, ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നവർ അവർക്ക് എപ്പോഴും ബാക്ക് സപ്പോർട്ട് ചെയ്ത് ഇരുന്ന് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ബാക്ക് സപ്പോർട്ട് ചെയ്യാതെ അവർ രാവിലെ മുതൽ നൈറ്റ് വരെ ഫുൾ ടൈം അല്ലെങ്കിൽ ഈവനിങ് വരെ അവർ ഫുൾ ടൈം അങ്ങനെ ഒരു പോസ്റ്റർ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ബാക്ക് മസിൽസ് വീണ്ടും സ്ട്രെയിൻ ആവും. സോ മോർ ആൻഡ് മോർ യു ഗീവ് സ്ട്രെയിൻ ടു യുവർ ബാക്ക്, അൾട്ടിമേറ്റ്ലി ഇത് ഈ പറഞ്ഞതുപോലെ വേറൊരു ക്രോണിക് പ്രശ്നത്തിലോട്ടോ അല്ലെങ്കിൽ ഡിസ്കിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ നെർവിലോട്ടോ ഒക്കെ ഈ പ്രശ്നം അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇനിഷ്യൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് കുഡ് ബി ബേസിക് ഒരു മസിൽ സ്പാസം അല്ലെങ്കിൽ ഒരു മസിൽ സ്ട്രെയിൻ ആയിരിക്കാം. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദ സെയിം പോസ്റ്റർ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ബൈക്ക് യൂസ് ചെയ്യുക, ഇതുപോലുള്ള സിറ്റിംഗ് പോസ്റ്റേഴ്സ് ഫോളോ ചെയ്യുക, ഇതെല്ലാം നമ്മൾ ലൈറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വിൽ എൻഡ് അപ്പ് ഇൻടു എ മേജർ പ്രോബ്ലം. സോ നെക്സ്റ്റ് തിങ് ഞാൻ പറയുന്നത് നമ്മുടെ വൈറ്റമിൻ D3 ലെവൽസ്. ഈവൻ വൈറ്റമിൻ D3 ലെവൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോൺസ്. ബോൺ ഹെൽത്തിന് നല്ലതാണ്. ബോൺ ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ ബ്രെയിനിനെ ന്യൂറോ ട്രാൻസ്മിറ്റ് ചെയ്യാനും വൈറ്റമിൻ D3 ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ ഈ ഒരു റേസ്, ഏഷ്യൻ റേസ്, നമ്മുടെ ഒരു ഡാർക്ക് സ്കിൻ റേസിൽ വൈറ്റമിൻ D3 അബ്സോർപ്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്. അത് കുറച്ച് കുറവാണ്. നമ്മൾ വൈറ്റമിൻ D3 അബ്സോർപ്ഷൻ കൂടുതലും സൂര്യപ്രകാശത്തു നിന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ മെലാനിൻ എന്നുള്ള ഒരു കണ്ടന്റ് ശരീരത്തിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ സൺറൈസിൽ നിന്നുള്ള വൈറ്റമിൻ D3 അബ്സോർപ്ഷൻ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈറ്റമിൻ D3 നമ്മുടെ ഈ ഒരു റേസിൽ നമ്മൾ ചെക്ക് ചെയ്താലും ഒരു ബിലോ 20 ആയിരിക്കാനാണ് കൂടുതൽ പേർക്കും സാധ്യത.
നോർമൽ ഒരു വൈറ്റമിൻ D3 ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 30-35. ആ ഒരു ലെവലിലെങ്കിലും ഒരു സഫീഷ്യന്റ് ലെവൽ എന്ന് പറയുന്നത് അത്രയാണ്. സോ ഐ വുഡ് അഡ്വൈസ് എല്ലാവർക്കും ഒരു എവറി 6 months അല്ലെങ്കിൽ ഒരു 1 year നമ്മൾ ഒരു വൈറ്റമിൻ D3 ലെവൽ നോക്കുക, നമ്മുടെ സെറം കാൽഷ്യം ലെവൽസ് നോക്കുക, ഹൗ ഈസ് ഇറ്റ് ഒപ്റ്റിമം ആണോ എന്നുള്ളത്. ബിക്കോസ് ഇതെല്ലാം നമ്മുടെ ബോൺ ഹെൽത്തിന് നല്ലതാണ്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ മസിൽ ഹെൽത്തിനും നല്ലതാണ്. ഇഫ് യു ഡോണ്ട് കെയർ ഫോർ ഓൾ ദിസ്, ഡെഫിനറ്റ്ലി നമ്മുടെ ഈ പോസ്ചറിന്റെ ഡെയിലി നമ്മൾ ഇതിന് തന്നെ ക്യാരി ഔട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് സിവിയർ ബാക്ക് പെയിൻ. അതൊരു ക്രോണിക് പ്രശ്നത്തിലോട്ട് അത് ഫർദർ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് ഐ അഡ്വൈസ് ഈസ് ദാറ്റ് ഫസ്റ്റ് തിങ്, whenever you sit in front of a computer or desk job, നമ്മൾ ഡെസ്ക് ജോബ് ആയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കാം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരായിരിക്കാം, ട്രൈ ടു സിറ്റ് വിത്ത് എ ബാക്ക് സപ്പോർട്ട്. നമുക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടുതൽ സമയം ഇരിക്കാൻ നോക്കുക. സെക്കൻഡ് തിങ്, ഇഫ് യു ആർ സിറ്റിംഗ് ഫോർ എ ലോങ്ങർ ടൈം, നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മാക്സിമം ഇരുന്നിട്ട് ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ഫോർ 1 or 2 minutes, ജസ്റ്റ് റിലാക്സ്, ജസ്റ്റ് ഡു സം ട്വിസ്റ്റിംഗ് ആൻഡ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക ബോഡി. ദാറ്റ് വിൽ അഗെയിൻ ഗിവ് യു മച്ച് ബെറ്റർ മസിൽ സ്ട്രെങ്ത്. അത് മസിൽ റിലാക്സ് ചെയ്യാനും മസിലിനെ ഒന്ന് ഒരു ഈസി ആക്കാനും ദാറ്റ് വിൽ ഹെൽപ്പ്. തേർഡ് തിങ്, ഞാൻ പറഞ്ഞ പോലെ ഈ 2 wheelers യൂസ് ചെയ്യുന്നവർ, മെനി ഓഫ് ദ 2 wheeler ഡിസൈൻസ് ആർ വെരി ഡിഫിക്കൽട്ട്. എല്ലാവർക്കും ആ ഒരു പോസ്ചർ കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. സോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്ചറിലുള്ള 2 wheelers നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി നമ്മുടെ ഈ മോഡേൺ ജനറേഷൻ ബൈക്സിലുള്ള സ്റ്റൂപ്ഡ് മോർ അഗ്രസീവ് സ്റ്റാൻസ് അല്ലെങ്കിൽ അഗ്രസീവ് പോസ്ചർ എന്ന് പറയുന്നത് അത് വളരെ അതായത് ഡെയിലി കമോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. അത് ഡെയിലി രാവിലെ ഈവനിങ് ഒരു ഹാഫ് ആൻ അവർ 1 hour നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ദാറ്റ് വിൽ അഗെയിൻ ഗിവ് മോർ ആൻഡ് മോർ സ്ട്രെസ് ടു യുവർ ലോവർ ബാക്ക്. സോ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, ബാക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗീവ് സം റെസ്റ്റ്, ഒരു ബാക്ക് സപ്പോർട്ട് ചെയ്തിരിക്കാൻ നോക്കുക, ആൻഡ് ട്രൈ ടു ഗീവ് സം ഹോട്ട് വാട്ടർ മസാജസ്. ആൻഡ് ദ തേർഡ് തിങ്, see for vitamin D3. Vitamin D3 കുറവാണെന്നുണ്ടെങ്കിൽ take supplements. All the best. Take care. Do good to your health.